നരേന്ദ്രമോദിയുടെ നേതൃത്വമില്ലെങ്കിൽ ജയിക്കുക പ്രയാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എം പി, അത് BJP-യുടെ എം പി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 150 സീറ്റ് പോലും കിട്ടില്ല. ഈ പ്രസ്താവന അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ? അത് പ്രസ്താവന എന്ന നിലയിൽ അതിനൊരു പ്രാധാന്യം ഉണ്ട്. തീർച്ചയായും BJP-യുടെ വിജയത്തിന് പിന്നിൽ മോദിയുടെ ഒരു ഇമേജ്, മോദിയുടെ മുഖം, മോദിയുടെ വാക്കുകൾ, മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് എന്നത് വസ്തുതാപരമായി ശരിയാണ്. പക്ഷേ ഒരു നേതൃത്വം സൃഷ്ടിക്കപ്പെടുന്നത് സാഹചര്യങ്ങളാലാണ്. മഹാത്മാഗാന്ധി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉയർന്നു വന്ന നേതാവും സൃഷ്ടിക്കപ്പെട്ട പ്രതിച്ഛായമാണ്. ആ പ്രതിച്ഛായ തീർച്ചയായും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് കാരണമായി അതിലെത്തി നിന്നു. ഒരു സാഹചര്യമാണ്, ഒരു പശ്ചാത്തലമാണ്, ഒരു കാലഘട്ടമാണ് ഒരു നേതൃത്വത്തെ സൃഷ്ടിക്കുന്നത്. നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രി പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ, അല്ലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ഗുജറാത്തിൽ അറിയപ്പെടുന്ന ആളാണ്. ഒരു പാൻ ഇന്ത്യ ഇമേജ് അദ്ദേഹത്തിന് സാധിക്കുമോ? പക്ഷേ മോദി കുറേയേറെ ഗൃഹപാഠം ചെയ്തിരുന്നു. PR ഏജൻസികളുടെ പ്രവർത്തനം അതിഗംഭീരമായി നടന്നു. BJP-യുടെ സംഘടനാ സംവിധാനവും RSSൻ്റെ സംവിധാനവും എണ്ണയിട്ട യന്ത്രം പോലെ 2 കോൺസെപ്റ്റുകൾ ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചു. അതാണ് ഒരു ബ്രാൻഡ്. എ ബ്രാൻഡ് ബിൽഡിംഗ് ഇസ് എ വെരി കോൺഷ്യസ് എക്സസൈസ്. ആ ബ്രാൻഡിൻ്റെ, മോദി എന്ന ബ്രാൻഡ് അടിസ്ഥാന വർഗത്തിൽ നിന്നും ഉയർന്നു വരുന്ന ചായ്വാല, മണിശങ്കർ അയ്യർ പറഞ്ഞ ചായ്വാല എന്ന സങ്കല്പം, കോൺഗ്രസ് AICC ഓഫീസിൽ ചായ കൊടുക്കാൻ മാത്രമുള്ള യോഗ്യതയുള്ള ഒരാളെ പിടിച്ച് എങ്ങനെയാണ് പ്രധാനമന്ത്രിയാക്കുന്നത് എന്ന ത്രെഡിൽ നിന്നും ചായ് പേ ചർച്ചകളിലേക്ക് പടർന്നു കയറുന്ന ഒരു തന്ത്രം, അത് ഭംഗിയായി BJP ആവിഷ്കരിച്ചു, നടപ്പാക്കി. അങ്ങനെ അടിസ്ഥാന വർഗത്തിൽ ഇതാ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നു. ദാറ്റ് വൺ തിങ്. 2, ആർക്കും റിലേറ്റ് ചെയ്യാം. മോദി ഒരു വരേണ്യവർഗത്തിൻ്റെ ബിസിനസ് താല്പര്യം സംരക്ഷിക്കുന്ന ഒരാളെന്ന ഇമേജ് അല്ല. രണ്ടാമത്തെ കുറച്ചുകൂടെ കെയർഫുള്ളാണ്. ഇന്ത്യയുടെ ഒരു ഡെമോഗ്രാഫിക് കമ്പോസിഷൻ നോക്കുമ്പോൾ 60% OBC-യാണ്. 50 മുതൽ 60% വരെ ഇന്ത്യയുടെ ജനസംഖ്യ വിവിധ രീതികളിലുള്ള വിവിധ വിഭാഗങ്ങളായി ചിതറി നിൽക്കുന്ന അതർ ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അതിൽ നിന്ന് വരുന്ന ഒരാൾ ഇതാ ഇന്ത്യക്കൊരു പിന്നാക്കക്കാരനായ പ്രധാനമന്ത്രി ഉണ്ടാകാൻ പോകുന്നു. അത് വലിയൊരു സാധ്യതയാണ്. മുൻപുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥ പിന്നാക്കക്കാരൻ ഇതാ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഇറ്റ്സ് എ വോട്ട് ക്യാച്ചിങ് ഡൈനമിക്സ്. ഗിവൺ എ ചാൻസ് പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത് എന്നതാണ്. പെട്ടെന്ന് തന്നെ മോദിക്ക് എല്ലാ ഘടനകളെയും BJP-ക്കുള്ളിലും ചുറ്റുപാടുമുള്ള ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും ഘടനകളെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിച്ചു. അന്ന് മുതലാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. കാരണം RSS എന്നത് BJP അല്ല, സംഘ് പരിവാറിൻ്റെ അച്ചുതണ്ടാണ് RSS എന്ന് വേണമെങ്കിൽ പറയാം. BJP-ൻ്റെ രാഷ്ട്രീയ മുഖം മാത്രമാണ്. ആ രാഷ്ട്രീയ മുഖത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ RSS അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ പരിവാറിൻ്റെ മൊത്തത്തിലുള്ള ദർശനങ്ങൾ ആണോ പാലിക്കുന്നത്, അതോ ഒരു വ്യക്തിയുടെ ബ്രാൻഡിങ്ങിനാണോ അത് ഉപയോഗിക്കുന്നത്? ഈ ആശയക്കുഴപ്പം RSSനുള്ളിൽ എക്കാലത്തും ഉണ്ടായിരുന്നു. അത് ആശയക്കുഴപ്പം എന്ന നിലയിൽ RSS ഒരു കേഡർ സംവിധാനം എന്ന നിലയിൽ ഒരിക്കലും ഒരു പബ്ലിക് സ്പേസിലേക്ക് ആ ചിന്ത പോകുന്നില്ല. ആ ചിന്ത പല ആവർത്തി ശ്രീ മോഹൻ ഭാഗവത്, സർ സംഘ് ചാലക്, 2011 മുതൽ തന്നെ അദ്ദേഹം സർ സംഘ് ചാലകാണ്, RSSൻ സുപ്രീമോ. അദ്ദേഹം പല ആവർത്തി ഈ കാര്യം വ്യംഗ്യമായി സൂചിപ്പിച്ചു വെച്ചു. ഓർഗനൈസേഷൻ ഫസ്റ്റ് അല്ലെങ്കിൽ നേഷൻ ഫസ്റ്റ്. RSSൻ്റെ ചിന്ത എങ്ങനെയാണ്? രാഷ്ട്രം ഒന്നാമത്, സംഘടന രണ്ടാമത്, വ്യക്തി അതേത് സംഘടനയാണെങ്കിലും രണ്ടാമത്, വ്യക്തിക്ക് അവസാന സ്ഥാനം. പക്ഷെ മോദിയുടെ ഈ ഒരു ബ്രാൻഡിങ് അങ്ങനെയല്ല സംഭവിച്ചത്. മോദി ഫസ്റ്റ്, മോദി സെക്കൻഡ്, മോദി ലാസ്റ്റ്. അപ്പോൾ എല്ലാം സർവം മോദിമയം. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടി അല്ല, സംഘപരിവാറിൻ്റെ ഗ്യാരണ്ടി അല്ല, സാംസ്കാരിക ദേശീയതയുടെ നാമത്തിലുള്ള ഗ്യാരണ്ടി അല്ല, മറിച്ച് മോദിയുടെ ഗ്യാരണ്ടിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്.
അതുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ ഗ്യാരണ്ടിയാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, പക്ഷെ വന്ന വഴികൾ മറക്കുന്നു എന്ന ഒരു ചിന്ത. അതൊരു ആരോപണത്തിൻ്റെ രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ എല്ലാ നല്ല കാലവും മോദിയുടെ കാലം നല്ല കാലം എന്ന് തന്നെയാണ് RSSൻ്റെയും ചിന്ത. അല്ല എങ്കിൽ സ്റ്റെബിലിറ്റി, മോദി ഹാസ് പ്രൊവൈഡഡ് സ്റ്റെബിലിറ്റി ടു ദ കൺട്രി. ഛന്നം ഭിന്നം ചിതറാതെ രാഷ്ട്രീയമായി ഒരു ഭരണ കക്ഷിക്ക് ദൗർബല്യമുണ്ടായാൽ, ഇപ്പോൾ ഭൂരിപക്ഷമില്ല എന്ന് ഓർക്കണം, ഒരൊറ്റ കക്ഷിക്ക് ഭൂരിപക്ഷമില്ല, 240 അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. 273 സീറ്റുകളാണ് വേണ്ടത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ. പക്ഷേ 240 ബാക്കി ഘടകകക്ഷികളും. അപ്പോഴും സുദൃഢമായി മോദി സർക്കാർ മൂന്നാം ഊഴത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ മോദി ഈസ് എ വോട്ട് കാച്ചിങ് മെഷീൻ, മോദി ഈസ് എൻ ഇൻറ്റഗ്രേറ്റിംഗ് മെഷീനറി, മോദി ഈസ് എ മോണോലിത്ത്. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് നീഡഡ് അഗൈൻ. ഇനിയും 2029 തെരഞ്ഞെടുപ്പിലും ആ ഒരു ഇമേജ്, ആ ഒരു വ്യക്തിത്വം ഒരു പാർട്ടിക്കും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാനാവാതെ ദർശനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. കോളേജ് യൂണിയൻ ഇലക്ഷനിലൊക്കെ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടില്ലേ? ആരാ നമ്മുടെ നേതാവ്, ആരാ നമ്മുടെ ചെയർമാൻ, ഇന്നയാൾ ചെയർമാൻ. പാർട്ടി ജയ് പറയും എങ്കിലും സംഘടനയുടെ പേര് KSU, SFI, ABVP എന്നൊക്കെ പറയും. അതൊക്കെ പറയുമ്പോഴും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടിയാണ് ഇന്നാരെ ചെയർമാനാക്കാൻ, മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ. അങ്ങനെ തന്നെയാണ് പലപ്പോഴും അതില്ലാതെ മത്സരിക്കുന്ന കക്ഷികൾ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. കേരളത്തിൽ VS വ്യക്തി കേന്ദ്രീകൃതമായി പോയിട്ടില്ലേ? VS വ്യക്തി കേന്ദ്രീകൃതമായി പോയ തിരഞ്ഞെടുപ്പുകളുണ്ട്. KR ഗൗരിയമ്മയെ മുൻനിർത്തി കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യം ജനം വോട്ട് ചെയ്തു. മുഖ്യമന്ത്രി കസേരയിൽ എത്തിയത് സഖാ VK നായനാർ. അത് പാർട്ടിയുടെ സംവിധാനമാണ്. പക്ഷേ ഒരു വ്യക്തി മുന്നിൽ നിന്ന്, പിണറായി എന്ന വ്യക്തി എന്തു പറഞ്ഞാലും പിണറായിയെ മുന്നിൽ നിർത്തി തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ചത്. കഴിഞ്ഞ മുമ്പത്തെ ആദ്യ തിരഞ്ഞെടുപ്പും 2021 തിരഞ്ഞെടുപ്പ് ജയിച്ചതും അതിന് മുൻപത്തെ ആദ്യ തിരഞ്ഞെടുപ്പ് 2016 തിരഞ്ഞെടുപ്പ് ജയിച്ചതും പിണറായിയെ മുന്നിൽ നിർത്തി തന്നെയാണ്. ഒരുപക്ഷെ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി തന്നെ ആവാം മുഖം. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് പറയാൻ ഞാനാളല്ല, പക്ഷെ അദ്ദേഹമാണ് ആയിരിക്കാം മുഖം. ഒരു മുഖം ആവശ്യമാണ്. ഇപ്പോൾ നിലവിൽ മോദി അല്ലാതെ അതേ വ്യക്തിപ്രഭാവമുള്ള മറ്റൊരു മുഖം ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോഴാവില്ലായിരിക്കാം. പക്ഷെ ആ മുഖം ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ മോദി എങ്ങനെ സ്വീകാര്യനായി, അതുപോലെ തന്നെ ആ മുഖവും ഒരുപക്ഷെ സ്വീകരണാവാം. അതിനനുസരിച്ചുള്ള PR വർക്കുകളും സംഘടനാ സംവിധാനങ്ങളും ഒരുക്കണം. കാരണം ഇതൊരു BJPയും സംഘപരിവാറും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ആശയമാണ്, സാംസ്കാരിക ദേശീയതയുടെ ആശയമാണ്. വികസിത ഭാരത് 2047 വികസിത് ഭാരത് എന്ന് പറയുമ്പോൾ അതിന് ദർശനപരമായി നേതൃത്വം കൊടുക്കാൻ, ഭൗതികമായ നേതൃത്വം കൊടുക്കാൻ ഒരു വ്യക്തി ഉണ്ടാവണം. അവിടെയാണ് മോദിയുടെ പ്രസക്തി. അതുകൊണ്ട് 75 വർഷം സെപ്റ്റംബർ മാസം 11-ാം തീയതി നിർണായകമായൊരു ദിവസമാണ്. അതാണ് സെപ്റ്റംബർ 11, അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്ന ദിവസമെന്നല്ല ഉദ്ദേശിച്ചത്. മോഹൻ ഭഗവതിൻ്റെ, സർസംഘ് ചാലകിൻ്റെ ജന്മദിനമാണ്. 75 വയസ്സ് അദ്ദേഹം പൂർത്തിയാക്കും. അദ്ദേഹം അടുത്തയാളിന് അധികാരം കൈമാറുമോ? ഈ മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയും BJP MPയുടെ പ്രസ്താവനയും ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായും ആ പ്രസ്താവനയുടെ തുടർച്ചയാണ്. ആ പ്രസ്താവന വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിയുന്നു. അതെ, BJPക്കുള്ളിൽ വലിയ രീതിയിൽ ചിന്തകൾ ഉണ്ട്. ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉൾപ്പെടെ ഈ ആരാവും അടുത്ത നേതാവ് ചിന്തകളുണ്ട്. അതുകൊണ്ടാണ് BJP MPയുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രസ്താവന, ആ ഒരു ചോദ്യം, ആ ഒരു ഡിഫൻസാണ്, മോദിക്ക് അനുകൂലമായി വന്ന ഒരു ഡിഫൻസ് ആണെന്ന് തോന്നാമെങ്കിലും അത് ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. മോഹൻ ഭാഗവത് ഒന്നും അറിയാതെ പറഞ്ഞതല്ല. മോദി സെപ്റ്റംബർ 17-ാം തീയതി മോദിയുടെ ജന്മദിനമാണ്, 75-ാം ജന്മദിനം. ഈ ഡിബേറ്റ് എല്ലാം തുടങ്ങി വെച്ചത് BJPക്കാരനല്ലാത്ത ഒരാളാണ്, അരവിന്ദ് കെജ്രിവാൾ. കഴിഞ്ഞ വർഷം അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം പെട്ടെന്നൊരാട്ടി അടിക്കുകയാണ്. ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ മോദി പ്രധാനമന്ത്രിയായേക്കാം, പക്ഷേ മോദിക്ക് ശേഷം മോദി മറ്റൊരാൾക്ക് വേണ്ടി സീറ്റ് വാം ചെയ്യുകയാണ്. 75 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും മറന്നിരുന്നൊരു കാര്യമാണ്. മാർഗനിർദ്ദേശക മണ്ഡലിലേക്ക് അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും സുമിത്ര മഹാജനെയും നജ്മ ഹെത്തുള്ളയെയും എല്ലാം തള്ളിവിട്ട്
മോദി യുഗം ആരംഭിച്ചപ്പോൾ തനിക്കും 75 വയസ്സാകും എന്ന ഓർമ്മ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം തുറന്നുവിട്ട കൂട്ടത്തിൽ നിന്ന് അഴിച്ചുവിട്ട ഭൂതം ഇപ്പോഴും വീശിയടിക്കുന്നുണ്ട്. ആ ഒരു ആ ജീനിയുടെ സാന്നിധ്യം രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഇപ്പോഴും വ്യാപരിക്കുന്നു എന്ന് കാണാം. അതുകൊണ്ടാണ് BJPക്കുള്ളിൽ നിന്നും ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നത്. അത് പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നത്. ഇതാണ് എലിസിറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നാണ് പറയുക. ഇതൊരു BJPയുടെ വിഷയമല്ല. മോദി ഇസ് നോട്ട് BJP പ്രൈം മിനിസ്റ്റർ, മോദി ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകാം, ആരാവാം പ്രധാനമന്ത്രി എന്ന നിലയിൽ. എല്ലാവരും പാർട്ടി അടിസ്ഥാനത്തിലല്ലല്ലോ. ഇപ്പം രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്ന ആളുകളുണ്ടാവാം, മോദിയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഒരു നേതൃത്വം എപ്പോഴും സ്നേഹിക്കപ്പെടും, വിമർശിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കതിരും പതിരും തെളിയുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് സെപ്റ്റംബർ 2025 വളരെ നിർണായകമായ ഒരു മാസമായി മാറുകയാണ്. സർസംഘചാലക് രാജിവെക്കുകയും ഹസബോള ദത്താത്രേയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ അടുത്ത സർസംഘചാലകാക്കി RSS നിയമിക്കുകയും ചെയ്താൽ മോദിയുടെ മേൽ അതീവ സമ്മർദ്ദം ഏറും. താൻ എന്തുകൊണ്ടാണ് അനിവാര്യൻ, മോദി എന്തുകൊണ്ടാണ് അനിവാര്യൻ എന്ന് BJPക്കും, താൻ എന്തുകൊണ്ടാണ് അനിവാര്യൻ എന്ന് മോദിക്കും, എന്തുകൊണ്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഈ ഗവൺമെൻറ് അവസാനിക്കുന്നതുവരെ, ഈ കാലാവധി ലോക്സഭയുടെ അവസാനിക്കുന്നതുവരെ അനിവാര്യനായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നതും താത്വികമായി ക്രിയാത്മകമായി വിശകലനം ചെയ്യാൻ, വിശദീകരിക്കാൻ ഗവൺമെൻറ്റും ഭരണകക്ഷിയും തയ്യാറാവേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.